ഹൗസ്ഫുൾ ബോർഡുകളൊക്കെ തൂക്കാൻ റെഡി ആയിക്കോ. ഓണം വിന്നറിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേര് നിവിൻ പോളി, ചിത്രത്തിന്റെ പേര് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാൻ ഒരു കാര്യം ആവർത്തിക്കാം, പ്രേമലു പോലൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ഫീസ്റ്റ് പരിപാടിയല്ല ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഹ്യൂമർ ഉണ്ട്, ടെംപ്ലേറ്റ് സെയിം ആണ്, ഒരു ഫാമിലി പരിപാടി തന്നെയാണ്. പക്ഷെ പ്രേമലുവിന്റെ തട്ട് കാണുന്നതിന്റെ ഇരിക്കും, അതിനകത്ത് ഒരു തത്വമൊന്നുമില്ല എന്ന് എഴുതി ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ടിപ്പിക്കൽ ഗിരീഷ് ഷേഡി പടം, നിവിൻ പോളിയുടെ ഒരു പക്ക റോം കോം പടം. ദിസ് ഇസ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രേമലുവിന്റെ അത്രയൊന്നുമില്ല. സ്റ്റാച്യൂട്ടറി വാണിംഗ്. ഞാൻ ആദ്യമേ പറയാം, പിന്നെ പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. പക്ഷെ ഒരു പക്ക റോം കോം പടം, അത് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയുണ്ട്. ഗിരീഷ് ഷേഡി വീണ്ടും ഒരു ഗംഭീര പടം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഫെസ്റ്റിവൽ സീസണിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഷുവർ ഷോട്ട് വിക്ടറി പുള്ളി അടിച്ചിട്ടുണ്ട്. ഗിരീഷ് ഷേഡിയും കിരൺ ജോസിയും കൂടി ചേർന്നാണ് സ്ക്രിപ്റ്റ്. നൈസ്, നീറ്റ്ലി റിട്ടേൺ. സെക്കൻഡ് ഹാഫിൽ അങ്ങും ഇങ്ങോട്ടും കൊണ്ട് ഒരു ശ്യാം ആക്ച്വലി സെക്കൻഡ് ഹാഫിലാണോ വരുന്നത്. ശ്യാമിന് ആറാടാൻ സെക്കൻഡ് ഹാഫിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ശ്യാമിന് കൊണ്ടുകൊണ്ട് വെറുതെ നിർത്തുന്നു. പക്ഷെ ഒരു മജ ഐറ്റം ലാസ്റ്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നിവിനെ വരെ സൈഡാക്കിക്കൊണ്ട് ശ്യാമിന് ഒരു വൺ മാൻ പെർഫോമൻസ് ഉണ്ട്. കിടിലം നൈസ് മൂവി, നൈസ് ഇമോഷൻസ്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ അതേ ആ ഒരു പേസ് മെയിൻറ്റെയിൻ ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് നല്ല എൻഡിങ് കൊണ്ട് അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇറങ്ങുമ്പോൾ ഒരു നിറച്ചിരിയോടെ ഇറങ്ങാൻ കഴിയുന്ന ഒരു ചിത്രം, ഒരു നല്ല രസത്തോടു കൂടി കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു കുടുംബ ചിത്രം. അതുകൊണ്ട് തന്നെ ഓണം വിന്നറിന് വേണ്ടിയിട്ട് തർക്കവും സംസാരമൊന്നും വേണ്ട, ചർച്ചയൊന്നും വേണ്ട. തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ഓണം വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. അത് നിവിൻ പോളി ചിത്രമായ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമിതയും കൊള്ളാം, എല്ലാ സ്റ്റാർ കാസ്റ്റുകളും കൊള്ളാം, രസമുണ്ട്, എല്ലാവരും വർക്ക് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് വളരെ ഗുരുതരമായിട്ട് സിനിമയിൽ മാറിയിട്ടുണ്ട്. എല്ലാം കൊള്ളാം, മൊത്തത്തിൽ ഒരു ഭംഗിയുണ്ട്, എല്ലാം നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് എന്നാണ് തന്നെ പറയാൻ. ഇതൊക്കെ തന്നെ എനിക്ക് പറയുള്ളൂ. നമ്മൾ എന്താണ് ഫസ്റ്റ് ഹാഫിൽ പ്രതീക്ഷ അതുണ്ട്. ഹ്യൂമറൊക്കെ ഉണ്ട്. സുരേഷ് കൃഷ്ണയൊക്കെ സെക്കൻഡ് ഹാഫിൽ നല്ല രസമുണ്ട്. ആ ഒരു കോംബോ ഉണ്ട്, നിവിൻ, സുരേഷ് കൃഷ്ണ, ആ ഒരു കോംബോ ഉണ്ട്. പിന്നെ ജാസർ ഇടയ്ക്ക് വരുന്നു, ജാസർ അടിപൊളിയായിട്ടുണ്ട്. സംഗീതത്തിന്റെ ഹ്യൂമർ ടൈമിങ്സ് അപാരം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഫൺ ഫാമിലി ഓണത്തിന് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പക്ക കമേഴ്ഷ്യൽ ഫാമിലി പടം. വിനയ് ഫോർട്ടും കൊള്ളായിരുന്നു. പക്ഷെ വിനയ് ഫോർട്ടിന്റെ ഭയങ്കര പെർഫോമൻസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. വിനയ് ഫോർട്ട് നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.